അപ്പൊ ജീവിക്കുന്നുവെങ്കിൽ അത് ഖൈർ വർദ്ധിക്കാനുള്ള ഒരു ചാൻസ് ആക്കി റബ്ബനി എനിക്ക് നൽകുക. അതാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാവുള്ളൂ. നമുക്ക് എത്ര ആയുസ് കിട്ടിയോ അതൊക്കെ ഖൈറിന് വേണ്ടി വിനിയോഗിക്കാൻ പറ്റിയാൽ അത് ലാഭമാണ്. അതാണ് ബർക്കത്തുള്ള ആയുസ് എന്നത്. കുറേ ദീർഘായുസ് കിട്ടി ഒന്നും ചെയ്യാൻ കഴിയണില്ല എങ്കിൽ എന്ത് കാര്യമുണ്ട്? ഓരോന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കുറേ കാലം ജീവിച്ചു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് കിട്ടുന്ന ആയുസ് എത്രയാണെങ്കിലും അതിൽ ഖൈറുകൾ വർദ്ധിപ്പിക്കാൻ മഫാത്തിഹുൽ ഖൈർ നബി പറഞ്ഞിട്ട് ചില ആളുകൾ, എൻ്റെ ഉമ്മത്തിൽ ചില ആളുകളുണ്ട്, അവർ മഫാത്തിഹുൽ ഖൈർ വ മഗാലിഖുൽ ശർ, ഖൈറിൻ്റെ താക്കോലുകളാണവർ, ഷർറുകളെ അടച്ചു പൂട്ടുന്നവരാണവർ, മിഫ്താഹാകുന്ന ആളുകൾ. എല്ലാ ഖൈറും അവരിലൂടെ തുടങ്ങി വരും. ആളുകൾ എവിടെ എന്ത് ഖൈർ എന്നുള്ള ഈ ഹദീസ് വ്യാഖ്യാനത്തിൽ മിർഖാത്തുൽ കിതാബിൽ കാണാം. എന്ത് ഖൈർ എവിടെ ഉണ്ടോ അതൊക്കെ അവർക്കതിലൊരു വിഹിതം ഉണ്ടാവും. ഒരു വിഷയം ചർച്ച ചെയ്ത ഒരു പ്ലാൻ ചെയ്യാം, ഇന്നടുത്ത് പോവുക, അയാൾ ചോദിച്ചു നോക്കുക, അയാൾ വഴി ഉണ്ടാക്കി തരും. അതൊരു ഖൈറിൻ്റെ താക്കോലാകുന്ന മനുഷ്യന്മാരാണ്. അവർ നാട്ടിലേക്ക് വന്നു, യാത്രാമധ്യയാണെങ്കിൽ പോലും ഒരു നാട്ടിലെത്തി. അപ്പോൾ ഓരോ എത്തുമ്പോൾ ആളുകൾ നിങ്ങൾ ഒന്ന് വരി, ഒരു 10 മിനിറ്റ് ഇരിക്കുക, ഞങ്ങൾക്കൊരു വിഷയമുണ്ട്, നിങ്ങൾ അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കി തരി. ഒരു ഖൈർ അവിടെ ഉണ്ടായി വരുന്നു. ഇങ്ങനെ എല്ലാ ഖൈറുകൾക്കും തുടക്കം കുറിക്കാൻ ഭാഗ്യം കിട്ടുന്ന ചില മനുഷ്യന്മാർ ഈ ഉമ്മത്തിലുണ്ടാകുന്ന നബിതങ്ങൾ പഠിപ്പിക്കുന്നത്. അതാണ് മഫാത്തിഹുൽ ഖൈർ, ഖൈറിൻ്റെ മിഫ്താഹുകൾ, ഖൈറിൻ്റെ താക്കോലുകൾ. വ മഗാലിഖുൽ ശർ, എല്ലാ ഷെറിനെയും അടച്ചു പൂട്ടുന്നവരായിരിക്കും അവർ. ഒരു ഷെറുണ്ട്, അത് ഓരോ തെറ്റിയ ഓരോ ഏതാണ്ട് ഏതെങ്കിലും നിൽക്കാതെ ഇല്ലാതായി കിടക്കും. അവിടെ ഒരു പ്രശ്നം വരുന്നു, നമ്മൾ ഇന്നടുത്ത് അയാൾ ചോദിച്ചു നോക്കുക. അപ്പോൾ കൂടി ചർച്ച ചെയ്ത് പോലെ ഒരു വഴി ഉണ്ടാക്കി അതവിടെ അവസാനിച്ചു. ഒരു ഷെറ് പൊന്തി വരുമ്പോൾ അത് ഇല്ലാതാക്കും. ഒരു ഖൈറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കി കൊടുക്കും. അത് നബി തങ്ങൾ നിങ്ങൾ മിഫ്താഹുൽ ഖൈറായി മാറുക, മഗാലിഖു ശർറുകളായി നിങ്ങൾ മാറുക എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം ജീവിതം എപ്പോഴും ഖൈറിൻ്റെ വർധനവ്. ഒരു ദിവസം ഏറെ ജീവിതം നമ്മൾ രാത്രി മുതൽ ആലോചിക്കുക, ഇന്നിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റി, ഇന്നിപ്പോൾ ഏറെ ജീവിച്ചല്ലോ, എന്താ ഇപ്പോൾ ഒരു കാര്യം കിട്ടിയത്. അവർ രാവിലെ ചായ അടിച്ചു, പീടിയിൽ പോയി തന്നു, ഉച്ചയ്ക്ക് വന്ന് ചോറും വെച്ച് കുറച്ച് കിടന്നു തുടങ്ങി, പിന്നെ അസന്നേഷം പിന്നെയും പീടിക്കാനെ പോയി, രാത്രി 10 മണിക്ക് അടിച്ചു പോന്നു എന്നാണ്. അത് മോശമായതുകൊണ്ടല്ല, പക്ഷേ ഖൈറുകൾ ചെയ്യാൻ അധികമൊന്നും സാധിക്കുന്നില്ല എങ്കിൽ ആ ജീവിതം വലിയ അർത്ഥമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എനിക്ക് റബ്ബേ വജ്അലിൽ ഹയാത്ത, ജീവിതം എന്നതിനെ നീ ആക്കിത്തരണം, സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ, എല്ലാ ഖൈറിലും എനിക്കൊരു സിയാദത്ത്, ഒരു വർധനവാക്കി റബ്ബേ നീ ജീവിതത്തെ തരണം.